സോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദർ ഈസ് വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എനി പെയർ ഓഫ് വെർട്ടീസസ് ഇൻ എ ട്രീ. അപ്പോൾ ട്രീ എന്ന് പറഞ്ഞാൽ ട്രീയുടെ ബേസിക് പ്രോപ്പർട്ടി നമുക്കറിയാം. ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. അപ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഓരോ പെയർ ഓഫ് വെർട്ടീസ് എടുത്താലും അറ്റ്ലീസ്റ്റ് അവരുടെ ഇടയ്ക്ക് ഒരു പാത്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അത് കൂടാണ്ട് ടീയിൽ വരുന്ന പ്രോപ്പർട്ടി എന്താ? ട്രീക്ക് വരുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ട്രീ അസൈക്ലിക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സൈക്കിൾസ് പോസിബിൾ അല്ല. ഇനി നമ്മളിവിടെ ഒരു ട്രീ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 3 വെർട്ടീസുകളുണ്ട്. അപ്പോൾ 2 വെർട്ടീസ് നമുക്ക് എയും ബിയും കാണാം. അപ്പോൾ എയും ബിയും തമ്മിൽ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ എഡ്ജേ കാണുന്നുള്ളൂ. ഇനി എയും ബിയും തമ്മിൽ 2 ഡിസ്റ്റിങ്ക്ട് പാത്ത്സ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഇത് കൂടാണ്ട് ഒരു പാത്തും കൂടി ഇവിടെ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫസ്റ്റ് പാത്തിൻ്റെയും ഈ സെക്കൻഡ് പാത്തിൻ്റെയും കൂടെ യൂണിയൻ എടുത്താൽ ദാറ്റ് വിൽ ഫോം എ സർക്യൂട്ട്. ദാറ്റ് ഈസ് എ യൂണിയൻ ഓഫ് ദീസ് 2 പാത്ത്സ്. അപ്പോൾ ഇവിടെ 2 ഡിസ്റ്റിങ് പാത്ത്സ് ഉണ്ടെങ്കിൽ എയുടെയും ബിയുടെ ഇടയ്ക്കുണ്ടെങ്കിൽ അപ്പോൾ ആ 2 പാത്ത്സിൻ്റെയും കൂടെ യൂണിയൻ എടുത്താൽ അവിടെ എന്ത് ഫോം ചെയ്യും? ദാറ്റ് വിൽ കണ്ടെയ്ൻ എ സർക്യൂട്ട്. അപ്പോൾ സർക്യൂട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് ഇറ്റ് കനോട്ട് ബി എ ട്രീ. അപ്പോൾ സൈക്കിൾസ് ഉള്ളതിന് നമുക്ക് ട്രീ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ട്രീ ആവണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? ഏതൊരു പെയർ ഓഫ് വെർട്ടീസ് എടുത്താലും അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് 1 പാത്തേ ഉണ്ടാവാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ദർ ഈസ് വൺ ആൻഡ് ഓൺലി 1 പാത്ത് ബിറ്റ്വീൻ എനി പെയർ ഓഫ് വെർട്ടീസസ് ഇൻ എ ട്രീ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പാത്തുകൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ സർക്യൂട്ട് ഫോം ചെയ്യും ആൻഡ് വയലേറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ബീയിങ് എ ട്രീ. അപ്പം സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അത് ട്രീ അല്ലാണ്ടാവും. അപ്പോൾ ട്രീ ആവണം എന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എക്സാക്ട്ലി 1 path between any pair of vertices in a tree. Hence the proof. So അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വേറൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഇൻ എ ബൈനറി ട്രീ ഈസ് ഓൾവേസ് ഓഡ്. ബൈനറി ട്രീ എന്താണെന്ന് നമുക്കറിയാം. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ബൈനറി ട്രീ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ റൂട്ട് നോഡിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നോഡിന് മാത്രം എക്സാക്ട്ലി ഡിഗ്രി 2 ഉണ്ടാവും. അപ്പോൾ ആ പർട്ടിക്കുലർ നോഡിനെ നമ്മൾ റൂട്ട് നോഡ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു നോഡിന് മാത്രം എക്സാക്ട്ലി ഡിഗ്രി 2 എന്ന് വെച്ചാൽ അതിന് മാത്രം 2 ചിൽഡ്രൻ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ റൂട്ട് നോഡ് എന്ന് വിളിക്കും. ഈ ബാക്കിയുള്ള നോഡ്സിന് ഡിഗ്രി 1 or 2 പോസിബിൾ ആവാം. പക്ഷെ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ ഫസ്റ്റ് ക്ലോസിൽ പറഞ്ഞാൽ എന്തുവാ? എക്സാക്ട്ലി ദർ ഈസ് 1 വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 2. അപ്പോൾ ഡിഗ്രി 2 ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് വെർട്ടീസുകൾക്കൊന്നും എന്ത് പറ്റില്ല? ഡിഗ്രി 2 പോസിബിൾ ആവാൻ പാടില്ല. ബിക്കോസ് എക്സാക്ട്ലി ഒരാൾക്ക് ഡിഗ്രി 2 ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലെയിമിങ് ഉള്ളതുകൊണ്ട് തന്നെ ദർ ഈസ് എക്സാക്ട്ലി 1 വെർട്ടെക്സ് ഓഫ് ഡിഗ്രി ഈവൻ ഡിഗ്രി. ഡിഗ്രി 2 എന്ന് നമുക്കറിയാം ഈവൻ ഡിഗ്രിയാണ്. അപ്പോൾ ഈവൻ ഡിഗ്രിയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ റൂട്ട്. അപ്പോൾ ബാക്കിയുള്ള ടോട്ടൽ n വെർട്ടീസ് ആണെങ്കിൽ ബാക്കിയുള്ള n-1 വെർട്ടീസുകളുടെ ഡിഗ്രി എന്തായിരിക്കും? ഓഡ് ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി 1 ആയിരിക്കും. അപ്പോൾ 2 ഉള്ളത് പോസിബിൾ ആവാമെന്നാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് പറഞ്ഞത്. പക്ഷെ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? എക്സാക്ട്ലി ഒരാൾക്ക് ഡിഗ്രി 2 ഉള്ളൂ എന്ന് ഫസ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൂട്ടിന് മാത്രം ഡിഗ്രി 2 ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള n-1 വെർട്ടീസുകൾക്കും എന്തായിരിക്കും? ഓഡ് ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഗ്രാഫ് തിയറി പഠിച്ച തിയറമാണ് ഈ ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്രാഫിലെ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി ഈസ് ഈവൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് എടുക്കുന്നു, അതിൽ നമ്മൾ വെർട്ടീസുകളുടെ ഡിഗ്രി കണ്ടുപിടിക്കുന്നു. അതിൽ ഓഡ് ഡിഗ്രിയുള്ള വെർട്ടീസുകളുടെ എണ്ണം എപ്പോഴും ഈവൻ ആയിരിക്കും. ഇപ്പോഴും നമ്മൾ പറഞ്ഞു ഒരു വെർട്ടെക്സിന് ഈവൻ ഡിഗ്രിയും ബാക്കിയുള്ള n-1 വെർട്ടീസുകൾക്ക് ഓഡ് ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പോൾ ഓഡ് ഡിഗ്രിയുടെ വെർട്ടീസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ n-1 ആണ്. അപ്പോൾ ബൈ ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി മസ്റ്റ് ബി ഈവൻ. അപ്പോൾ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇവിടെ n-1 ആണ്. സോ ദാറ്റ് ഈസ് n-1 മസ്റ്റ് ബി ഈവൻ. n-1 ഈവൻ ആണെങ്കിൽ n-ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ഓഡ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ n-1 ഈവൻ എന്ന് വെച്ചാൽ n-1 ഈക്വൾ ടു 8 എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ n എന്താവും? n ഈസ് ഈക്വൾ ടു 8 + 1 ദാറ്റ് ഈസ് ഈക്വൾ ടു 9. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഓടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ ഉപയോഗിച്ചാണ് നമ്മൾ റിസൾട്ടിലെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമ്മുടെ ബൈനറി ട്രീയുടെ കേസ് റൂട്ടിന് മാത്രം എക്സാക്ട്ലി ഡിഗ്രി 2ഉം ബാക്കിയുള്ളതിനെല്ലാം ഓഡ് ഡിഗ്രി, അല്ലെങ്കിൽ ബാക്കിയുള്ള n-1 വെർട്ടീസുകൾക്കും ഓഡ് ഡിഗ്രി. ഒരാൾക്ക് മാത്രം, അതായത് റൂട്ടിന് മാത്രം ഈവൻ ഡിഗ്രി, ബാക്കിയുള്ള എല്ലാ n-1 വെർട്ടീസുകൾക്കും ഓഡ് ഡിഗ്രി. അപ്പോൾ ഓഡ് ഡിഗ്രിയുള്ള വെർട്ടീസുകളുടെ എണ്ണം എപ്പോഴും ഈവൻ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ബൈ ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ ദിസ് n-1ൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് ഈവൻ ആവണം. n-1 ഈവൻ ആയാൽ ഓട്ടോമാറ്റിക്കലി n-ൻ്റെ വാല്യൂ ഓടാവും. ആൻഡ് ഹെൻസ് ദ പ്രൂഫ്.